ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ പിറന്നാളിൻ്റെ വ്ളോഗാട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഇന്ന് തിരുവോണ നാളാണ്, അതായത് കർക്കിടകത്തിൽ പിള്ളേരോണം എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നാണ് കുഞ്ഞിൻ്റെ നാൾ വരുന്നത്. ഉണ്ടായത് ജൂലൈ 22-ാം തീയതി കേട്ടോ. അപ്പോൾ അന്ന് ജസ്റ്റ് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു, അമ്പലത്തിലൊക്കെ ഒന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ നാളൊക്കെ അല്ലേ നോക്കുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുപോയി വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊടുപുഴ അമ്പലത്തിലെ ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോയി കുഞ്ഞിൻ്റെ പേരിൽ വെണ്ണയും തുളസിമല അങ്ങനെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വലം വെച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ആട്ടോ കുഞ്ഞിന് ചോറ് കൊടുത്തൊക്കെ 6-ാം മാസത്തിൽ വന്ന് ചോറൊക്കെ കൊടുത്തായിരുന്നു. ആദ്യം ഏറ്റുമാനൂർ കൊടുത്തു, പിന്നെ തൊടുപുഴയിലും കാഞ്ഞിരമറ്റത്തൊക്കെ വന്നാട്ടോ കൊടുത്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അന്ന് ഞാൻ മഞ്ചാടിയൊക്കെ വാരിച്ചായിരുന്നു. അന്ന് ഞാനും വിശാട്ടനും കുഞ്ഞും കൂടെയൊക്കെ പോയി ചോറൊക്കെ കൊടുത്ത് മഞ്ചാടിയൊക്കെ അന്ന് ഞാൻ വാരിപ്പിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടപ്പം കിച്ചിക്കുട്ടിന് ഇച്ചിരി കൂടെ അറിവായല്ലോ. അപ്പോൾ ഞാൻ കിച്ചിക്കുട്ടിനെ കൊണ്ട് മഞ്ചാടിയൊക്കെ 3 പ്രാവശ്യമൊക്കെ വാരിച്ചു കേട്ടോ. കിച്ചിക്കുട്ടിന് ഭയങ്കര ഇഷ്ടം. പിന്നെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഞ്ചാടി വാരാനും. അതുപോലെ തന്നെ ശനിയാഴ്ച കൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ അപ്പുറത്ത് ഹനുമാൻ്റെ അമ്പലവും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി, ഞാനും അമ്മയും കൊച്ചും കൂടെ. അപ്പം ഞങ്ങൾ ജസ്റ്റ് നടക്കാൻ 2 സ്റ്റെപ്പ് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും. അവിടെ ചെന്ന് അവിടെ വെറ്റിലയും അതുപോലെ നെയ്വിളക്കൊക്കെയാണ് വഴിപാട്. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ പേരിൽ നെയ്വിളക്കൊക്കെ വാങ്ങിച്ചു വെച്ചു. അവിടെ കയറി പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുത് പ്രസാദമൊക്കെ തൊട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കാഞ്ഞിരമറ്റ അമ്പലം വീണ്ടും തൊട്ടടുത്ത. പക്ഷേ ഞങ്ങൾ ആദ്യം തൊടുപുഴ വന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്തുണ്ട്. അപ്പം വന്നു, പിന്നെ ഉടുപ്പൊക്കെ ഇടിയിച്ചിട്ട് വഴിപാടൊക്കെ കൊടുത്തു. പഴവും നെയ്യൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുഞ്ഞിനെയും കൊടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കാഞ്ഞിരമറ്റത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേഗം കാഞ്ഞിരമറ്റ അമ്പലം അവിടെ ആട്ടെ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടമ്പലം ആട്ടെ, ശിവൻ്റെ അമ്പലമാണ് അവിടെ ആയിരുന്നു എൻ്റെ കല്യാണമൊക്കെ. അപ്പോൾ അവിടെ ശിവരാത്രി ആട്ടോ മെയിൻ പരിപാടിയൊക്കെ. മാവിൻ്റെ പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ അവിടെ ഇച്ചിരി പണിയൊക്കെ നടക്കുന്നുണ്ട് സൈഡിൽ. പിന്നെ അവിടെ കയറി തൊഴുതിട്ട് കുഞ്ഞിന് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഞങ്ങളാണെങ്കിൽ ഇന്നിപ്പം പ്രാവിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ കാണിച്ചൊക്കെ കൊടുത്തു. പിന്നെ അത് പറന്നൊക്കെ പോയി. അത് കഴിഞ്ഞ് അവിടെ വന്നിരുന്നപ്പോൾ ഞാനും കിച്ചിക്കുട്ടനും പ്രാവിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്ക് അതുങ്ങളെല്ലാം പറന്നിട്ട് കിച്ചിക്കുട്ടൻ അതിനെ നോക്കിയിരിക്കട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പിന്നെ തൊഴുത് വലമെല്ലാം വെച്ചു. പിന്നെ ഉച്ചപൂജയൊക്കെ ആയി തുടങ്ങിയായിരുന്നു. പിന്നെ പ്രസാദം എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ പയ്യെ വീട്ടിലേക്ക് കൊണ്ടു. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നിട്ട് ചെറുതായിട്ട് സദ്യ എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ ഐറ്റമൊക്കെ ആയിട്ട് കുഞ്ഞിന് ഇലയിൽ ചോറ് കൊടുക്കാമെന്ന് ഓർത്താം. അപ്പം ഞാൻ അടുക്കള വന്നപ്പോഴത്തേ അമ്മ തോരനൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ സേമിയ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സേമിയ പായസമാട്ടോ വെച്ചേ. അത് മിക്സഡിൻ്റെ എല്ലാം കൂടെ ഉള്ളൊരു ഡബിൾ ഹോഴ്സിൻ്റെ പായസം മിക്സാട്ടോ മേടിച്ചേ. അപ്പോൾ അമ്മയല്ല പാചകം. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് എത്തി നോക്കാൻ വേണ്ടി വന്നാട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ പായസത്തിനെല്ലാം അമ്മ ചേർക്കാനൊന്നുമില്ല, എല്ലാം പൊട്ടിച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ അമ്മ പായസവും തോരനും അതുപോലെ തന്നെ ഈ ശനിയാഴ്ച ദിവസം പിറന്നാൾ വന്നു കഴിഞ്ഞാൽ പണ്ടുള്ള കാരണവർ കണ്ടിട്ട് ഇറച്ചി മീൻ അങ്ങനെയൊക്കെ വേണം. അപ്പം അതുകൊണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു, മോരുകറി ഉണ്ടായിരുന്നു, തോരൻ, കായും പയറും മെഴുക്ക് പുരട്ടി, പപ്പടം, പിന്നെ പായസം. ഇതൊക്കെ കൂട്ടി കുഞ്ഞിന് ചോറൊക്കെ കൊടുത്തു. ഞാനും ചോറൊക്കെ ഉണ്ടു. അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി സെലിബ്രേഷൻ അവൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.